പ്രൈസ് ദ ലോർഡ്. പുതിയ നിയമത്തിലെ ഫറവോ ആയ ഹെറോദേസിൽ നിന്നും രക്ഷിക്കുവാനായിട്ട്, ഈശോയെയും മാതാവിനെയും സംരക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അരുൾപ്പാടനുസരിച്ച് യോസേപ്പ് പിതാവ് മാതാവിനെയും ഉണ്ണിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. അതെ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അരുൾപ്പാടനുസരിച്ച് പഴയ ഫറവോയുടെ പീഡനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും എത്ര ദൂരം ഇങ്ങോട്ട് ഇസ്രായേൽ ജനം 40 വർഷങ്ങൾ കൊണ്ട് താണ്ടി എത്തിച്ചേർന്നു, വാഗ്ദാന ദേശമായ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. അതേ ദൂരം യോസേപ്പ് പിതാവ് നടന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടന്ന് മാതാവിനെയും യേശുവിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണ്. പഴയ നിയമകാലത്ത് ദൈവജനത്തിന് പിതാവായ ദൈവം പകല് മേഘമായും രാത്രിയിൽ സ്തംഭമായും അവർക്ക് ഭക്ഷിക്കാനായിട്ട് കാടപ്പക്ഷിയും അതുപോലെ തന്നെ മന്നായും കൊടുത്ത് സംരക്ഷിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന അതേ ദൈവം ഇന്ന് നമ്മളെയും ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളും ആ പുതിയ വാഗ്ദാന രാജ്യമായിട്ടുള്ള സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഇന്നും നമുക്ക് മന്നയായിട്ട് തന്നെ സ്വയം അപ്പത്തൻ രൂപത്തിൽ നമുക്ക് നിത്യേന നൽകിക്കൊണ്ടാണ് നമ്മളെയും ദൈവം പുതിയ കാനാൻ ദേശമായ സ്വർഗത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടന്നത് ഒരു പക്ഷേ ഈ തിരുക്കുടുംബത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളിലായിരിക്കും. ചെങ്കടൽ കടന്നിട്ടുണ്ടാവാം, മരുപ്രദേശങ്ങളിലൂടെ അവർ നടന്നിട്ടുണ്ടാവും. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആ വാക്കുകൾ വിശ്വസിച്ച് ആ ദർശനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യോസേപ്പ് പിതാവ് മാതാവിനെയും ഉണ്ണിയെയും ഈജിപ്തിലേക്ക് നയിച്ച അതേ യോസേപ്പ് പിതാവിൻ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമുക്കും നമ്മുടെ കാനാൻ ദേശമായ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പിതാവായ ദൈവത്തിൻ്റെ ദർശനങ്ങളനുസരിച്ച്, അരുൾപ്പാടുകളനുസരിച്ച്, പുത്രനായ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ യാത്ര തുടരാം. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ച അതേ ദൈവം നമ്മോടൊപ്പമുണ്ട്. പുതിയ നിയമത്തിൽ ഈജിപ്തിൽ നിന്നിങ്ങോട്ടും പലായനം ചെയ്ത് കുഞ്ഞുനാളിൽ തന്നെ ഉണ്ണിയായിരിക്കുമ്പോൾ തന്നെ ജീവിത പലായനത്തിൻ്റെ കഷ്ടപ്പാടുകൾ രുചിച്ചറിഞ്ഞ ആ ഉണ്ണി ഈശോ തമ്പുരാൻ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയപ്പെടേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നമ്മളെല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗീയ നാട്ടിലേക്ക് നമ്മളെ നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.